നോക്കൂ, വിദ്യാസാഗർ എന്ന ഒരാൾ സ്വയം ഗുരു ആണ്, മൂർത്തിയാണ് എന്നൊക്കെ അവകാശപ്പെട്ട് നടക്കുന്ന ആളാണ്. അയാളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ആത്മീയ രീതിയിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അയാൾ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ പബ്ലിക് വേദികളിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ആളുകളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. ഈ ഗ്രൂപ്പുകളിലൂടെ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ അത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ കൂടി കാശ് സമ്പാദിക്കുക എന്നതാണ് അയാളുടെ ഒരു മെയിൻ ഉദ്ദേശം. അത്തരത്തിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ അടുത്ത നാളിൽ പുറത്തു വന്നത്. അത് കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായിട്ട് വാങ്ങാൻ വേണ്ടി പോലും ശ്രമിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് നമ്മൾ കണ്ടു. നോക്കൂ, ഇയാൾ ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പിലെ അംഗമാണ് ഈ സജി നന്ദകുമാർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ. ഈ സ്ത്രീയും ഈ പറയുന്ന വിദ്യാസാഗറും തമ്മിൽ പോങ്ങമൂടൻ എന്ന് വിളിക്കുന്ന ഹരീഷ് പോങ്ങമൂടൻ അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നടന്ന ഒരു കമൻ്റ് യുദ്ധം. അതായത് ഈ സ്ത്രീ ഇയാളുടെ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. അതിനുശേഷം ഇയാളുടെ ഈ വൃത്തികേടുകളും ഇയാളുടെ സകല ഉഡായിപ്പും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും പ്രതികരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരെ ഇയാൾ ശത്രുപക്ഷത്ത് നിർത്തുന്നു. കൃത്യമായിട്ടും ഇന്ന് ഇവർ തമ്മിലുള്ള കമൻ്റ് യുദ്ധം കാണുന്നുണ്ട്. നോക്കൂ, ഇവർ തമ്മിലുള്ള കമൻ്റ് യുദ്ധം നമ്മളെ ബാധിക്കുന്നില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വിദ്യാസാഗർ ഒരു ഗുരുമൂർത്തിയാണ്, ആത്മീയ തലത്തിലെ ഗുരുവാണെന്നൊക്കെ ധരിക്കുന്ന ആളുകൾ സ്വയം മനസ്സിലാക്കേണ്ട ഒന്നാണ്, ഒരു ഗുരു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പരസ്പരം, അതും സ്ത്രീകളോടൊക്കെ ഇങ്ങനെ വിഴുപ്പലക്കിക്കൊണ്ട് കമൻറ്റുകൾ ഇടുമോ, കമൻറ്റ് യുദ്ധം നടത്തുമോ എന്നുള്ളതൊക്കെ അത് സ്വയം ഗുരുവിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്ന ശിഷ്യഗണങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. നോക്കൂ, ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളൊരു ശൈലജയുണ്ട്. ഈ ശൈലജ എന്ന് പറയുന്ന വ്യക്തി ഇയാൾക്ക് തൃശ്ശൂർ ജില്ലയിൽ 25 സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് നൽകുക എന്ന് പറഞ്ഞു. പക്ഷെ അത് ട്രസ്റ്റ് രൂപത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഈ വിദ്യാസാഗർ എന്ന് പറയുന്ന ഈ സ്വയം സ്വാമിയാണ്, ഗുരുവാണ്, മൂർത്തിയാണ്, മറ്റവനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ അയാളുടെ സ്വന്തം പേരിൽ കിട്ടണമെന്ന് പറയുന്നു. അങ്ങനെ സ്വന്തം പേരിൽ തരാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭാര്യയുടെ പേരും കൂടെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, എനിക്ക് സ്വയം തരണം എന്ന രീതിയിൽ വാശി പിടിക്കുന്നു. അവസാനം ഇവൻ ഉഡായിപ്പാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ ശൈലജ എന്ന് പറയുന്ന പ്രായം കൂടിയ അമ്മയും അവരുടെ ഭർത്താവും ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. അതോടുകൂടി ഇയാളെ കൃത്യമായിട്ടും ഇയാൾ ഈ പറയുന്ന അമ്മയെയും അച്ഛനെയും കൃത്യമായിട്ട് തെറി വിളിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ശപിച്ചുകൊണ്ടും, ഹനുമാൻ സ്വാമിയുടെ പേരിലൊക്കെ ശപിച്ചുകൊണ്ടാണ് ഇയാൾ പിന്നീട് ഇവരെ സഭയ്ക്ക്, പൊതുസമൂഹത്തിന് മുൻപിൽ ശപിക്കുകയാണ്. അതായത് എനിക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള ആ രീതിയിൽ വരുന്നത്. ഇനി നോക്കൂ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതായത് ഈ വിദ്യാസാഗറിനെ അടുത്തറിയുന്ന ഒട്ടേറെ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇയാൾ ആരെയും ഇയാൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അത് ആത്മീയ തലത്തിലായിക്കോട്ടെ, അത് ഗുരുക്കന്മാരായിക്കോട്ടെ, സന്യാസിമാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരെ ഒന്നും ഇയാൾ അംഗീകരിക്കില്ല. ഇയാളുടെ വിചാരം ഇയാൾ മാത്രം എന്തോ വലിയ സംഭവമാണ് എന്നുള്ളതാണ്. അത് വ്യക്തമാക്കുന്നതാണ് ഈ സജി നന്ദകുമാറും ഈ വിദ്യാസാഗറും ഈ കമൻറ്റ് ബോക്സിൽ ഹരീഷ് പോങ്ങമൂടൻ്റെ പോസ്റ്റിന് താഴെ നടത്തിയിട്ടുള്ള ഈ കമൻറ്റിൽ മനസ്സിലാക്കുന്നത്. അതായത് ബാലാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ഗുരുവാണോ ആശാനെന്താ എനിക്കറിയില്ല, എന്തായാലും അയാളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇയാൾ സംസാരിച്ചു എന്നുള്ളത് കൃത്യമായിട്ടും ഈ സജി നന്ദകുമാർ പറയുന്നുണ്ട്. നോക്കൂ, അതും നമുക്ക് വിട്ടുകളയാം. എനിക്ക് അറിയാത്തൊരു വ്യക്തി കൂടിയാണ് ഈ ഗുരു, ഈ പറയുന്ന ബാലാനന്ദൻ എന്നുള്ളത്. അത് വിട്ടുകളയാം. ഇനി ഇവിടെ കൃത്യമായിട്ടും ഇവർ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ഇവിടെ നിങ്ങൾ കാണുക, ശ്രീനാഥ് കരയാട്ട് എന്ന് പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യതീഷ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇയാൾ കുറ്റം പറഞ്ഞതായിട്ട് ഈ പറയുന്ന യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ യതീഷിൻ്റെ കൂടെ വേദി പങ്കിടുന്നു, അതല്ലെങ്കിൽ രാമാനന്ദനെ കുറിച്ച് കുറ്റം പറയുന്നു, അയാളുടെ കൂടെ വേദി പങ്കിടുന്നു എന്നൊക്കെ പറയുന്നു. നമുക്ക് ഈ ശ്രീനാഥ് കരയാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ എവിടെ നിങ്ങൾ ശ്രീനാഥ് കരയാട്ട് എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പൂർണ്ണമായിട്ടും കിട്ടും. അതായത് പൂർണ്ണമായിട്ടും ആ ഒരു ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അത്ര കണ്ട് അറിവും അത്ര കണ്ട് ലോകപരിചയവുമുള്ള വ്യക്തി, അത്ര കണ്ട് ഗുരുക്കന്മാരോട് സാമീപ്യത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒട്ടേറെ പറഞ്ഞാലും തീരാത്ത ആ ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീനാഥ് കരയാട്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് തിരുനാവായയിൽ നടന്ന കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ നടന്ന കുംഭമേള. ആ കുംഭമേളയ്ക്ക് എല്ലാത്തിനും ആളും അർത്ഥവുമായി നിന്നുകൊണ്ട്
കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഹാമണ്ഡലേശ്വർ ആനന്ദവന സ്വാമിജിയുടെ വലതുവശം ചേർന്നും ഇടതുവശം ചേർന്നും പിറകും മുന്നും തലയിലും കാലിലും ചോട്ടിലുമൊക്കെ ആയിട്ട് അത്ര കണ്ട് അഹോരാത്രം പണിയെടുത്ത് അത്ര കണ്ട് വലിയൊരു മഹത്കർമ്മം നിർവഹിക്കുന്നതിൻ്റെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തി കൂടിയാണ് ഈ ശ്രീനാഥ് കരയാട്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് തന്നെ അറിയുന്ന വ്യക്തിയാണ്. കാരണം ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഗുരുജിയുടെ ശ്രീ ഗുരുജിയുടെ രവിശങ്കർ ഗുരുജിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഘടന നിലവിലുള്ള ആ സമയത്ത് ആദ്യ സമയത്തൊക്കെ ഇദ്ദേഹം ആ YLTP എന്ന് പറയുന്ന ഒട്ടേറെ ക്ലാസ്സുകളിലേക്കൊക്കെ ഒരു ദിവസത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഇദ്ദേഹം പോകുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ കാലം മുതലേ 2006 2007 2008 ആ കാലം മുതലേ എനിക്ക് ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹത്തിൻ്റെ 1-2 ക്ലാസ്സുകളിൽ ഞാൻ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര കണ്ട് പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ച് പോലും ഈ പറയുന്ന വിദ്യാസാഗർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് എന്ന് ഈ കൃത്യമായിട്ടും ഈ സജി നന്ദകുമാർ എന്ന് പറയുന്ന ഈ യുവതി വെളിപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക നിങ്ങളുടെ മനസ്സിനോട്. ഒരു ഗുരു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സന്യാസി ആയിക്കോട്ടെ, ഇനി ഏത് ഗുരു ആയിക്കോട്ടെ, ഇനി സ്വയം ഗുരുവാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈവൻ ഈ കുരു ആണെങ്കിലും ഏതെങ്കിലും മറ്റൊരാളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന ഒരു ഗുരുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്തരക്കാരാണോ ഗുരു ആവുന്ന ആളുകൾ? അതല്ലെങ്കിൽ അത്തരത്തിൽ പരദൂഷണം പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക, കള്ളപ്പണം നിങ്ങളുടെ കള്ളപ്പണം എനിക്ക് തരൂ, അക്കൗണ്ടിലൂടെ അല്ലാതെ നേരിട്ട് തരൂ എന്ന് പ്രോത്സാഹിപ്പിക്കുക, മാത്രമല്ല ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയുള്ള വഴികൾ തൻ്റെ ശിഷ്യഗണങ്ങളായിട്ട് വന്നിട്ടുള്ള പാവം പിടിച്ച ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഒരു ഗുരു ചെയ്യുമോ എന്നുള്ള മിനിമം ചോദ്യം സ്വയം നിങ്ങൾ ചോദിക്കുക. മാത്രമല്ല പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിലുള്ള സന്യാസിമാരായിക്കോട്ടെ, ഈ പറയുന്ന ഗുരുവര്യന്മാരായിക്കോട്ടെ, ശ്രീനാഥ് കരയാട്ടനെ കുറിച്ച് പോലെയുള്ള ആളുകളായിക്കോട്ടെ, ഇവരെയൊക്കെ വളരെ മ്ലേച്ഛമായിട്ട് മറ്റുള്ളവരോട് പരദൂഷണം പറയുക, അതിന് നമ്മളൊക്കെ വിളിക്കുന്നത് പേര് അസൂയയും കുന്നായ്മയുമാണ് എന്ന് നമ്മൾക്കറിയാം. ഈ അസൂയയും കുന്നായ്മയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വിദ്യാസാഗർ. ഞാൻ മാത്രം മതി ഇവിടെ, ഞാനാണ് വലിയ സംഭവം എന്ന് സ്വയം നടിച്ച് നടക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് ഇവനെ നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഹിന്ദു സംഘടനയും ഇവനെ 7 അയലത്ത് അടുപ്പിക്കില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവനെ 7 അയലത്ത് അടുപ്പിക്കില്ല. എന്തിനേറെ നമ്മളിപ്പോൾ ഹൈന്ദവ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന ദേശീയ രാഷ്ട്രീയത BJP എന്നുള്ളതാണ്. ഈ ദേശീയ രാഷ്ട്രീയ സംഘടന BJP പോട്ടെ, ഹിന്ദു സംഘടനകൾ ഏതെങ്കിലും ഇദ്ദേഹത്തെ അടുപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു VHPയിൽ ഇയാൾക്ക് എന്തോ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നും അത് പുറത്താക്കപ്പെടുക, അല്ലെങ്കിൽ അതിൽ നിന്നും അയാൾ ഭ്രഷ്ടനാക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ ആ സംഘടനയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് ഇയാൾ അവകാശപ്പെടുന്ന പോലെ ഇത്ര കണ്ട് കഴിവുറ്റ ഒരുത്തനാണെങ്കിൽ എന്തുകൊണ്ട് ഇയാളെ മറ്റുള്ളവർ ഈ സംഘടനകൾ, ഹിന്ദു സംഘടനകളൊന്നും അംഗീകരിക്കുന്നില്ല, ഒരു പൊസിഷൻ നൽകുകയോ അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആചരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുക. ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനാ വേദിയിലൊന്നും ഇയാളെ കാണാൻ പറ്റില്ല. പിന്നെ സ്വകാര്യ വ്യക്തികൾ സംഘടിപ്പിക്കുന്ന ഹിന്ദു മത സമ്മേളനം അതല്ലെങ്കിൽ ഹിന്ദു മത ഏകത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഇയാളെ പങ്കെടുപ്പിച്ചു എന്ന് വരാം, അല്ലാതെ ഒരു സംഘടനയും ഇയാളെ പങ്കെടുപ്പിക്കില്ല. അതൊക്കെ ഇയാളുടെ ഈ ഒരു ഈഗോ, അതായത് വലിയ തലത്തിലുള്ള ഞാൻ വലിയ സംഭവമാണെന്നുള്ള സ്വയം ധാരണ, മറ്റുള്ളവരെ പുച്ഛിക്കുക, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കുക, ഇങ്ങനെ സകല വൃത്തികേടുകളും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, സ്ത്രീകളെന്നോ അമ്മമാരെന്നോ ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തി, സ്വന്തം കാര്യം സിന്ദാബാദ്, എനിക്കും എൻ്റെ കിട്ടണം പണം, എൻ്റെ വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിക്കാൻ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്താലും വേണ്ടില്ല, അത് കള്ളപ്പണമായാലും വേണ്ടില്ല, ഏത് രീതിയിലായാലും വേണ്ടില്ല, എനിക്ക് 1.5 കോടി, നോക്കൂ, 1 കോടി 20 ലക്ഷത്തിൻ്റെ 25 സെൻറ്റ് ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കോലാഹലങ്ങൾ മൊത്തം ഉണ്ടാക്കിയ ഓഡിയോ ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കാം. അത്ര കണ്ട് ആ ഓഡിയോ 139 പേരായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത് എന്നൊക്കെ ആ ഓഡിയോ കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അയാളെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരുമ്പോൾ നിങ്ങളും ഒരു രാജ്യദ്രോഹി, അതായത് രാജ്യത്തിൽ അടയ്ക്കേണ്ട നികുതി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഗുരു പാലിക്കേണ്ട നിബന്ധനകൾ, ഗുരു പാലിക്കേണ്ട അച്ചടക്കം, അതൊന്നുമില്ലാത്തൊരു വ്യക്തിയെ നിങ്ങൾ എത്ര വേണമെങ്കിലും ന്യായീകരിച്ചു കൊള്ളും. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാതെ യാതൊരു തരവുമില്ല. ഏതൊരു സ്ത്രീയാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനമൊന്നും കൊടുക്കാതെ ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞ് ഇയാളുടെ ഇനിയിപ്പോൾ അക്കാദമിക്കായാലും മറ്റേത് രീതിയിലുള്ള അറിവിനെയാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നത്. അല്ലാതെ വിദ്യാസാഗർ സ്വയം കുരുമൂർത്തിയാണ്, ഞാൻ ഗുരുവാണ്, മൂർത്തിയേക്കാൾ വലിയ മൂർത്തിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അതിനെ അല്ലല്ലോ നമ്മൾ ബഹുമാനിക്കുന്നത്. അപ്പോൾ ആ അറിവ് അഹങ്കാരമായി മാറുക, ആ അഹങ്കാരം വെച്ചുകൊണ്ട് തനിക്ക് പൈസ
സമ്പാദിക്കാനുള്ള മാർഗമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അയാളിലെ ഗുരുവിൻ്റെ അംശം എവിടെ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഗുരുവല്ല, വെറും കുരുവാണ്. നമ്മളുടെ ചക്കക്കുരു എന്നൊക്കെ പറയുന്ന പോലെ വെറും ഒരു കുരു മാത്രമാണ് എന്നുള്ള മിനിമം ആ ഒരു ചിന്തകളെങ്കിലും വരേണ്ടതുണ്ട്. ഇത്ര കണ്ട് വലിയ ആചാര്യന്മാരെയൊക്കെ അപമാനിക്കുന്ന, ആചാര്യന്മാരെയൊക്കെ കളിയാക്കുന്ന, പരദൂഷണം പറയുന്ന ഇദ്ദേഹത്തെ വിളിക്കേണ്ട പേര് എൻ്റെ നാക്കിൽ നിന്ന് എന്തായാലും ഞാൻ വിളിക്കുന്നില്ല. അത്ര കണ്ട് വൃത്തികെട്ട ആ ഒരു നാമമാണ് ഇയാൾക്ക് ചേരുക എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ശ്രീനാഥ് കരയാട്ടായാലും മറ്റൊട്ടേറെ ആളുകളെയൊക്കെ പുച്ഛിച്ചും അപമാനിക്കുന്ന രീതിയിലൊക്കെ പോകുന്ന ഇയാളെ ഇനിയും ഗുരുവാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോടൊക്കെ നമോഭാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.